ഇന്ന് ഞാനേ ഒരു വിളവെടുപ്പിന് പോവാണ് കേട്ടോ. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഭാഗ്യമൊക്കെ കമ്മിയാണ് കേട്ടോ. കാണുന്നത് വേറെ ആളുടെ കയ്യിലാണ് വെച്ചാലും പറിക്കണത് നമ്മളാണ് വെച്ചാൽ നമുക്കും ഭാഗ്യല്ലേ. ഇത് പറിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് എന്നല്ല, നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. നമ്മളിത് പറിക്കുന്ന വരെ മിണ്ടില്ല. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. കൂന് മൊട്ടാണ്, കണ്ടോ? കണ്ടില്ലേ, മൊട്ടാണ് കേട്ടോ. കയ്യിലൊക്കെ മണ്ണൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ കഴുകി നേരെയാക്കട്ടെ. കൂന് ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവുമല്ലേ. ഈ കൂന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റ് കൂനൊക്കെ വാങ്ങില്ലേ, അതിനെക്കാട്ടിലും ടേസ്റ്റും ഒരു മണമാണ് കേട്ടോ. നമുക്കിതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് നമുക്ക് കൂന് കിട്ടല്. നമ്മുടെ തൊടിയിൽ ഉണ്ടാവുന്നത് സമയമൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ആവേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താ ഇപ്രാവശ്യം കൂന് ഉണ്ടാവാത്തത് എന്നുള്ളത്. ഇത് ഏട്ടന്റെ കണ്ണില് രാവിലെ കണ്ടതാ. ഞാൻ വിചാരിച്ചു എന്നാ വൈകുന്നേരം മക്കള് ഇപ്പൊ നമുക്കിത് ചുങ്ങി കഴിഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ വൈകുന്നേരത്താണ് വെച്ചാൽ മക്കളൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്കും എന്താ ഇഷ്ടല്ലേ, കഴിക്കുകയും ചെയ്യാലോ. നമ്മൾ കൂന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ പറിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അതാ വൈകുന്നേരത്ത് നമുക്ക് പറിച്ചതാണ്. ഇത് ഒരുപാട് കളയാനൊന്നുമില്ല. വിരിഞ്ഞതൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്തായാലും പുഴുണ്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പേടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇത് മാത്രമാണ്, ഇതും ഈ കൂന് മാത്രമാണ് കേട്ടോ വിരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂൻ കൂട്ടാൻ നല്ല ടേസ്റ്റ് അല്ലേ. വറുത്തരച്ചും വെക്കുക, വെറുതെയും വെക്കുക, വരട്ടിയും വെക്കുക, കൂനും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുക, എന്തൊക്കെ തരം കൂനും കൊണ്ട് ഉണ്ടാക്കാം. അപ്പം നമ്മളിന്ന് നാടൻ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതെന്താന്നൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ടാവും, കുറച്ച് വഴുകുണ്ടാവും കേട്ടോ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. കാരണം കുട്ടികൾ വന്നു, ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് അവിൽ നനച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരത്ത് ഇതുണ്ടാക്കണ വീഡിയോ എടുക്കാം. വിരിയാത്ത കൂനായതും കൊണ്ട് കുറച്ചുണ്ടാവില്ലമ്മ, കേടുണ്ടാവില്ല. വിരിഞ്ഞ കൂനാണ് പറഞ്ഞാൽ പേടിക്കണ്ടേ, പുഴു ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. നാളെ 3 കൂന് കിട്ടി.
കൂന് കിട്ടിയിട്ട് നമ്മൾ വെക്കണം വിചാരിച്ചപ്പോഴേക്കും നമുക്ക് ഓരോ തിരക്കുകൾ കാരണം അത് മറന്നു പോയിട്ടോ. പിന്നെ അത് വെയിലിൻ്റെ ചൂട് കാരണേ ചുങ്ങിപ്പോയിരുന്നു. അടുത്തുള്ളവർക്ക് കൊടുക്കാൻ ഓർമ്മയുണ്ടായില്ല. അപ്പോൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ അതെ 3 കൂന്, ആകെ 3 ഒരാൾക്ക് കൊടുക്കും, വറ്റിക്കാനേ പറ്റുള്ളൂ. ചിലർക്ക് ഈ കൂനിൻ്റെ മണം, കൂന് വറ്റിക്കുക, പച്ചമീൻ വറ്റിക്കുക, അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തോനെ കിട്ടണം കേട്ടോ. ഇത് കറി വെക്കാനൊന്നും ഇല്ലല്ലമ്മ. കൂന് ചുങ്ങണ പോലെയെന്ന് അറിയില്ലേ, അതിനേക്കാളും വണ്ണുണ്ടാവും. അത് മുട്ടല്ലേ, ഇത് ആയിട്ടില്ലല്ലോ. അത് ഒന്നുകൂടെ വിരിഞ്ഞു വരുമ്പോഴേക്കും നല്ല ഉണ്ടാവും. വിരിഞ്ഞാലല്ലേ? വിരിഞ്ഞു വന്നിട്ടില്ലല്ലോ. ഇത് വിരിഞ്ഞു വന്നിട്ടില്ലല്ലോ. പെരിങ്കാലിക്കൂനാ തോന്നുന്നുണ്ട്. പെരിങ്കാലിക്കൂനുണ്ട്, അരിക്കൂനുണ്ട് അല്ലമ്മ. പിന്നെ എന്തോ ഒരു കൂന് നമുക്ക് അന്ന് കിട്ടിയ കൂനത്തല്ലല്ലോ, അത് ഇത്രയില്ല. അത് നാടൻ കൂന്. ഈ നമ്മുടെ തൊടിയിൽ ഉണ്ടാവുന്ന കൂന് തന്നെ എപ്പോഴും ഉണ്ടാവുന്ന കൂന്. എപ്പോഴും ആ സ്ഥലത്ത് തന്നെ, ആ ഭാഗത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. കിണറിന്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കിണറിന്റെ അവിടെ നിന്ന് തോനെ കിട്ടി കൂന്. എന്താ ഇവിടെ അടുത്ത വീട്ടുകാരൊക്കെ പറയേ, നിങ്ങൾ കൂന് കിട്ടി കറി വെക്കണ കാണുമ്പോഴാണ് കൂന് കിട്ടിയെന്ന് അറിയുള്ളൂ. നമുക്കിത് അവർക്ക് കൊടുക്കാൻ തികയൂല്ലല്ലോ, ആകെ കുറച്ചല്ലേ കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം മറ്റം എന്താ അച്ഛൻ തോനെ കൊണ്ടുവന്നിട്ട് കിട്ടിയിട്ട്, കനാൽ വരമ്പത്തുനിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തു അല്ലേ. ഇങ്ങനത്തെ ഒരു കുട്ടിച്ചാക്കിലുണ്ടാക്കി 12 മണി ഞങ്ങൾ കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് അച്ഛൻ ഇങ്ങനത്തെ ഒരു കുട്ടിച്ചാക്കിന് കൂന് കൊണ്ടുവന്നു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഇത്ര കൂന് കാണുന്നത് ഇവിടെ. എന്നിട്ട് എന്താ എല്ലാവർക്കും ഇവിടെ 4-5 വീട്ടിലെ അച്ഛൻ കൊണ്ടേ കൊടുത്തു. അത്രയ്ക്കുണ്ടായിരുന്നു. നമ്മൾ ഒരു ഉരുളി നിറയെ വെക്കുകയും ചെയ്തു. പിന്നെ അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും കേട് വരില്ലേന്ന് വിചാരിച്ചിട്ടേ സത്യം അന്ന് ഇഷ്ടല്ല. എനിക്ക് രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇതിനോട് പ്രത്യേകിച്ചൊരു അങ്ങനെ ഉള്ളിമുളക് അരച്ചിട്ട് വെച്ച എനിക്ക് അമ്മ വെക്കണ പോലെ വെക്കാനാണ് കേട്ടോ. ഒന്ന് അമ്മയാണ് വെക്കുന്നത്, എപ്പോഴും ഞാനല്ലേ വെക്കുന്നത്. കൂനൊക്കെ വറ്റിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ കറികളൊക്കെ അവര് വെക്കുന്നതിന്റെ രുചി വേറെ തന്നെ. എന്താണ് ചോറിനോ എന്താ അത്ര അവിലോ? ഇനി ഇപ്പൊ കഴിക്കണ്ട കുഞ്ഞോ. ഇതൊക്കെ നാളേക്ക് വിരിയണം. മണ്ണിന്ന് വിരിഞ്ഞു വന്നേയുള്ളൂ, അപ്പക്ക് തന്നെ നമ്മള് കൊണ്ടുവന്നു. ഇനി ചിലപ്പോ നാളെയും കിട്ടുണ്ടാവും കേട്ടോ. നാളെ 1-2 കൂനൊക്കെ കിട്ടുണ്ടാവും. എന്ന് പറയാനൊരു സന്തോഷം, നമ്മുടെ ഇൻസ്റ്റ പേജിൽ 50K ഫോളോവേഴ്സ് ആയി. അപ്പം ഇൻസ്റ്റയില് ലൈവ് പോകണമെന്ന് വിചാരിച്ച ഇത് കഴിഞ്ഞ പോവാൻ പറ്റില്ലേ? നേരം വൈകി പോയി. പറ്റില്ല, പറ്റായിരുന്നില്ല, നേരം വൈകില്ലേ. ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണ്ടേ ലൈവില്. അത് ഇരിക്കാലോ നമുക്ക്. നമ്മള് ഓരോന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ കേറി വരുമ്പോ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പൊ അല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൂടെ വരുമ്പോ കുറേ പേര്, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇൻസ്റ്റയില് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ, ഇൻസ്റ്റയിലാണോ വെച്ചാലും ഫേസ്ബുക്കിലാണോ വെച്ചാലും, ചിലര് മോളാണ്, ചിലര് ഏടത്തിയമ്മന്ന് വിളിക്കും, ചിലര് ചേച്ചീന്ന് വിളിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏടത്തിയമ്മന്ന് വിളിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാം, നമുക്കൊരു മര്യാദ കിട്ടുന്നില്ല, മര്യാദയല്ല, ഒരു ബഹുമാനം ഉള്ള പോലെയാണ്. എന്നെ ഇവരൊക്കെ ഇങ്ങനെ ഏടത്തിയമ്മന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേപോലെ അമ്മയും അച്ഛനും പ്രസിയെ വിളിക്കും. എൻ്റെ അമ്മയും പ്രസീന്ന് വിളിക്കും കേട്ടോ. അനിയേട്ടൻ എന്താ അനിയേട്ട വിളിക്കുക? ഞാൻ ഏടത്തിയമ്മന്ന്. ഇൻസ്റ്റയില് എന്തായാലും വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോളുകളൊക്കെ വരാൻ തുടങ്ങിയത്. യൂട്യൂബിനേക്കാളും കൂടുതൽ കോള് ഇൻസ്റ്റയിന്ന് വരുന്നത്. നമ്മള് വീഡിയോ ഇട്ടിട്ടില്ല, മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല. എത്ര പേരാ ചോദിച്ചു, ചേച്ചി എന്താ വീഡിയോ ഇടാത്ത? ഒരു സംസാരിക്കണ, ഒരു 2 മിനിറ്റ് സംസാരിക്കുന്ന വീഡിയോസ് ആണ് വെച്ചാൽ ഇടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കാരണം ഇടാൻ പറ്റാണ്ടാണ് കേട്ടോ. എവിടേക്കെങ്കിലൊക്കെ പോയി കഴിഞ്ഞ് വന്നാലല്ല, എഡിറ്റ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ച വീഡിയോ തന്നെ ചില സമയത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല. അതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചുരുങ്ങിയത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും 3 മണിക്കൂറിന് മേലെ സമയം ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വേണം. ഇപ്പൊ നമ്മള് ഒരു അബദ്ധം പറ്റിയ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാ,
നമ്മുടെ അംഗനവാടി ഇത് വന്നത്, ഇന്റർവ്യൂ കാർഡ് വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രശ്നം വെച്ചെങ്കിൽ എപ്പോഴും സ്ഥിരമായിട്ട് ഇടുന്നൊരു സമയത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ എത്തില്ല. നമുക്ക് വീഡിയോ 2-3 ഓരോ ക്ലിപ്പ് എടുത്ത് 2-3 പ്രാവശ്യം കണ്ടിട്ടാണ് നമ്മൾ ആ ക്ലിപ്പിന് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെയാണ് ക്ലാരിറ്റി വരുത്തുക. അപ്പോൾ നമുക്കതങ്ങനെ ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ. അപ്പോൾ വീഡിയോൻ്റെ ക്ലാരിറ്റി മാത്രം നോക്കും, അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് എടുത്തുനിന്ന് അതൊന്ന് കണ്ട് കറക്റ്റ് ആക്കിയിട്ടാണ് ഇടും. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്താ വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് രണ്ടാമത് ഒന്ന് അത് കണ്ടു നോക്കില്ല. ആ കട്ടിങ് എഡിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം വെച്ചെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും കുറേ വാക്കുകളോ ഒക്കെ നമ്മളിൽ കയറി പറ്റും. അത് ഇപ്പോൾ എന്താണ് പ്രശ്നം വെച്ചെങ്കിൽ നമ്മൾ വീഡിയോ കൂടുതൽ എണ്ണം എടുക്കല്ലേ, 2 ചാനലിലേക്കും 2 റീലും 2 ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം തന്നെ തികയില്ല എങ്ങനെ നോക്കിയാലും. അങ്ങനെ വരുമ്പോൾ ഈ ചിലപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയ വീഡിയോ പൊളിച്ച് 4 മണിക്കിരുന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പം അന്ന് എന്താ വെച്ചെങ്കിൽ ഒരു മരിച്ച വീട്ടിലൊരു പരിപാടി ഉണ്ടാവുകയാണ്, നമുക്ക് കുടുംബത്തിൽ തന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് അത് രണ്ടാമതൊന്നും റിവ്യൂ ചെയ്ത് നോക്കാനൊന്നും പറ്റിയില്ല. അത് അങ്ങനെയല്ല. ഇപ്പം ഇന്ന് ഇട്ട വീഡിയോയും കൂടി ഇപ്പം അങ്ങനെയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനലിട്ട വീഡിയോൻ്റെ ഫുള്ളും 2-3 പ്രാവശ്യം കണ്ടിരിക്കാനൊന്നും സമയമില്ല. ഇപ്പം തന്നെ രാത്രി 7:30ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. 6 മണിക്ക് ചെയ്യാൻ 1.5 മണിക്കൂർ സമയം പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചെങ്കിൽ നമുക്ക് ആ തിരക്കിൽ വേഗം സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ ഓരോ അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതേമാതിരി തമ്പനയിൽ വരുമ്പോൾ ചിലപ്പോൾ അക്ഷരത്തെറ്റ് വരും, ടൈറ്റിലിൽ അക്ഷരത്തെറ്റ് വരും. അക്ഷരത്തെറ്റ് വരിക എന്ന് പറഞ്ഞാൽ നമ്മളത് ഹാൻഡ് റൈറ്റിങ്ങിലാണ് ചെയ്യുന്നത്. നമ്മൾ എഴുതി വയ്ക്കുന്നത് നേരെ അപ്പുറത്ത് വരുന്നതുകൊണ്ട് അതിലേക്ക് കൂടുതൽ നേരം ശ്രദ്ധിച്ചിരിക്കാൻ, പിന്നെന്താ വെച്ചെങ്കിൽ ഒരുപാട് നേരം ഫോണിൽ നോക്കുമ്പോൾ തലവേദനിക്കുന്നുണ്ടാവും. ഈ ലാസ്റ്റ് സമയത്തൊക്കെ തലവേദന വരുമ്പോൾ ഒരുപാടൊക്കെ ശ്രദ്ധിച്ച് നോക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാവരും പറയും എഡിറ്റിംഗ് സൂപ്പറാണ്, എഡിറ്റിംഗ് സൂപ്പർ. അതൊരു ഫോണിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ഒരു ദിവസം 4 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടുക പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ചെയ്യുന്നവർക്ക് അതിന് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മള് എന്താ പറഞ്ഞ വെച്ചാല് നമ്മളൊരു തൊഴിൽ പോലെ തന്നെ ചെയ്യുകൊണ്ട് നമുക്കിതിൽ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ചെറിയൊരു സ്ക്രീനിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. വലിയൊരു സ്ക്രീനിലാണെങ്കിൽ നമുക്ക് കണ്ണട ഊരി വെച്ചാലും നോക്കിയാൽ കാണും. ഇപ്പൊ കണ്ണട ഊരി വെച്ചാലും മങ്ങല് എന്താന്ന് കൃത്യമായിട്ട് കാണില്ല, പിന്നെ തലവേനിച്ച് കണ്ണട വയ്ക്കാനും പറ്റില്ല. ചിലവരിവിടെ അടുത്തുള്ളവരൊക്കെ പറയേ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല പുറത്ത്. കാരണം എന്താ വെച്ചാല് നമ്മള് 2 ചാനലിലേക്കും വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാവരും പറയണ പോലെ കേട്ടോ, വീട്ടില് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തിരക്കുകൾ കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തിയൊരു വീഡിയോ ആണ് പറഞ്ഞു വെച്ചാലും കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. നമ്മളൊരു കറി വെക്കുകയാണ് പറഞ്ഞാൽ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വേഗം അങ്ങോട്ട് കറി വെച്ചാൽ മതി. ഇത് വീഡിയോക്ക് ആകുമ്പോൾ അതായത് നേരേക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരേക്ക് ഈ മുളകും ഇതൊക്കെ ഒരാൾ നേരേക്കുമ്പോഴേക്കും ഒരാൾ അത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെക്കുക വെച്ചാൽ വേഗം പണി കഴിയും. ഇതൊക്കെ ഓരോന്ന് കാണിക്കുമ്പോൾ നല്ല പോലെ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പറയാം, കഷ്ടപ്പെടാതെ പിന്നെ ഒന്നും കിട്ടില്ല എന്ന് അതും അറിയാം. കഷ്ടപ്പെടാണ്ട് നമുക്ക് ഒന്നും ആവില്ലല്ലോ. വീട്ടിനാണോ വെച്ചാൽ നല്ല പണി കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വർഷം നിങ്ങൾക്ക് അറിയണതല്ലേ, നമ്മുടെ വീട് കണ്ടില്ലേ കിടക്കണത്. അപ്പോൾ അത് അടുക്കള വശമൊക്കെ നല്ല ഇപ്രാവശ്യത്തെ മഴയിലൊക്കെ ചോരാൻ തുടങ്ങി. അതിൻ്റെ മുകളിൽ മട്ടിയും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഇതിൽ വീഡിയോസൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആയി കഴിഞ്ഞാലല്ലേ നമുക്ക് ചെറിയൊരു ലോണെങ്കിലും എടുത്തിട്ട് നമ്മുടെ വീട് പണി മുഴുവനാക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ ചെറിയൊരു ലോണല്ല, ചെറിയ ഒരുപാട് ലോണുണ്ട്. ഇനി അത് പുതുക്കി വെച്ചാൽ ചെറിയൊരു ലോണല്ല, ഒരു ലോൺ കണ്ടിരിക്കണ. അല്ല നമ്മള് അത് പറഞ്ഞിട്ടുണ്ടല്ലോ വീട് പണിക്കൊക്കെ ലോൺ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചെറിയ ലോൺ എടുക്കണം പറഞ്ഞാൽ ഒരുപാട് ലോണുണ്ട്. ഈ ലോണ് പുതുക്കണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മള് വീട് പണിക്ക് ലോൺ എടുത്തിട്ടാണ് വീട് പണി ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ടല്ല, ചിലതൊക്കെ നമുക്ക് തെറ്റുകൾ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ക്ഷമിക്കണം എന്നാണ് കേട്ടോ പറയണത്. അതാണ് ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിരക്ക് കൂട്ടിങ്ങനെ വീഡിയോ ഇടുമ്പോൾ 2-3 പ്രാവശ്യം കാണാണ്ടവരെ വീഡിയോ ചെയ്യുമ്പോൾ എന്തിനാണ് അത് അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. ചിലപ്പോൾ അത് ചോദിക്കുന്നതിന്റെ കാര്യം ഇതാണ്, എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ചെയ്ത് ആ വീടിന്റെ പണിയൊന്നും തീർക്കുക. ഇപ്പൊ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താ വെച്ചാ നമ്മള് വീടിന്റെ പണി ഇപ്പൊ അമ്മൂട്ടി 10ാം ക്ലാസ് എത്തി. ഇനിയിപ്പോ ഓരോ കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഇങ്ങനെ കടക്കണ കാണുമ്പോൾ നമുക്കും വിഷമാണ്, ഇപ്പം നമ്മുടെ അമ്മമാർക്കും വിഷമാണ്, എല്ലാവർക്കും. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ
വേറെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നോ വലിയ പൈസക്കായി ആവണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല കേട്ടോ. കാരണം ഇരിക്കാൻ നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത്. അത് 5 വർഷമായിട്ട് ആൾക്കാർ വീടിന് വേണ്ടി ഇത്ര കാലം കാത്തിരുന്നു. ഇപ്പൊ വീടായിട്ട് എനിക്ക് കയറാൻ പറ്റില്ല പറയുമ്പോ എങ്ങനെങ്കിലും കേറി പറ്റാൻ നോക്കണല്ലോ. അങ്ങനെയാണെങ്കിലും ഇപ്പൊ പുതുക്കി എടുക്കാണ്ട് ഇപ്പൊ ഒരിക്കലും നടക്കില്ല. പിന്നെ കിട്ടിയിട്ട് ഇരുന്നോണ്ടൊന്നും ഇപ്പൊ പറ്റില്ല. എന്നാലും എന്തെങ്കിലും വരുമാനമായ ധൈര്യത്തില് 10 രൂപ കിട്ടുമ്പോഴല്ലേ 10 രൂപ കടം വാങ്ങാൻ പറ്റും. കടം വാങ്ങി അത് കൊടുക്കാൻ ഉണ്ട് എന്നുള്ള സമാധാനിച്ച് മേടിച്ചാലല്ല. അപ്പൊ ഇതില് ആയിട്ടൊന്നും ഇപ്പൊ പെട്ടെന്നൊന്നും ആവില്ല. അസുഖങ്ങളില്ലാതിരിക്കട്ടെ ഭഗവാനെ. വേറെ അംബാനിയോട് ചോദിച്ചാൽ അംബാനിക്ക് ഉണ്ടാവും ബുദ്ധിമുട്ട്, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വരില്ല. ഇത് കളയട്ടെ, ഉള്ളി എടുത്തിട്ടെ. ഇതാ ചെറിയ ഉള്ളി നേരേക്ക് എടുക്കുന്നുണ്ട്. ഈ കൂനില് മഞ്ഞപ്പൊടി ഉണ്ടമ്മ? വറ്റിക്ക് മഞ്ഞപ്പൊടി ഇട്ട് കഴുകുക. ഉള്ളി മുളക് അരച്ചിട്ട് വയ്ക്കുന്നതായിരുന്നു മഞ്ഞപ്പൊടി. വൈക്കോൽ കൂന് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? വൈക്കോല് അലിഞ്ഞിട്ടുണ്ടാവണ കൂന്. ഞാൻ ഓർമ്മക്ക് പണിക്ക് പോകുമ്പോൾ എത്ര കൊണ്ടുപോയി അറിയാം. കനാലിൻ്റെ അരികിലെ വൈക്കോൽ കൊണ്ടായാലും അതിനെ ഉണക്കാനെടുക്കുമ്പോൾ ചുട്ടുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ എത്ര എനിക്ക് അറിയാം. വൈക്കോൽ കൂനല്ലേ ഇപ്പൊ അങ്ങനെ തന്നെയാണ്. എന്താ പാക്കറ്റ് ഓർമ്മയില്ലേ? അല്ലേ? വൈക്കോൽ കൂന ഏട്ടാ അതന്നെയാണ് ഇപ്പൊ ഈ ടേസ്റ്റ് തന്നെയാണ്. അതൊരു മണം ഉണ്ടാവും. എങ്ങനെ ഓർമ്മയില്ല. അതൊരു മണം ഉണ്ടാവും. ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കുറച്ചും കൂടി കൂന് ഇതേപോലെ തന്നെയാണ്. കുറച്ച് വലിപ്പം ഉണ്ടാവും. അത് അത്ര പോകുന്ന വലിപ്പം ഉണ്ടാവും. വിരിയൊന്നുമില്ല അത്. ഉണക്കമുളകും ചെറിയുള്ളി ഇട്ടോ. ഇത് രണ്ടും നമ്മൾ അരച്ചെടുക്കട്ടെ. എനിക്ക് രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അരയ്ക്കുമ്പോഴേ, ഞങ്ങൾ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അമ്മ പണി മാറ്റി വന്നിട്ട്, അന്ന് മിക്സി ഇതൊന്നുമില്ലല്ലോ, അമ്മയിൽ ഇങ്ങനെ മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ ഇവിടെ മണ്ണെണ്ണ വിളക്ക് പിടിച്ച് നിൽക്കട്ടോ ചെറിയേട്ടനോ അല്ലെങ്കിൽ ഞാനോ. അപ്പം അങ്ങനെ ഉറക്കം തൂങ്ങും. നമ്മൾ സ്കൂളിലൊക്കെ പോയി വന്നിട്ട് എന്താ വേഗം കഴിച്ചൊന്ന് കിടക്കണം. അന്ന് ഇതുപോലെ ഫോണിലൊന്നല്ലല്ലോ, നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പോയി കളിക്കുകയല്ലേ ചെയ്യുക. ചാടിയും മണ്ടിയും കളിച്ചിട്ട് വിശന്നിങ്ങനെ ഇരിക്കും. രാത്രി എന്തെങ്കിലും ജീവനാവും ഇങ്ങനെ വിചാരിക്കും. അന്നൊക്കെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ചെയ്തല്ലേ. ഇപ്പം നമുക്ക് ലൈറ്റും വെളിച്ചം ഉണ്ടായിട്ട് തന്നെ വൈകുന്നേരത്തെ എന്തെങ്കിലും പണിയെടുക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കഷ്ടപ്പാടാണ്. അത് കഷ്ടപ്പാടൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരുമ്പോഴോ ഇതേപോലെ സ്പെഷ്യൽ ആകുമ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് തന്നെയാണ്. ഏട്ടന്മാരൊക്കെ ചിലപ്പോൾ വൈകുന്നേരത്തായിരിക്കും മീൻ കൊണ്ടുവരിക. അപ്പം മീൻ കൊണ്ടുവരുമ്പോൾ അനിയേട്ടൻ പറയും മുളക് പൊടി ഇട്ടിട്ട് വറുക്കണ്ട, ഉണക്കമുളകും ചെറിയുള്ളിയും അരച്ചിട്ട് വറുത്താൽ മതി പറയും. അപ്പം നമ്മളങ്ങനെ അരച്ചിട്ട് വറുക്കും. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ കഴുകണേ. ഞാനൊരു ഇലക്കഷ്ണം എടുത്തിട്ട് വരട്ടെ ഏട്ടമ്മ. എൻ്റെ ചെരുപ്പ് ഇവിടെ കാണാനില്ലല്ലോ. ഉള്ളി മുളക് അരച്ചത് ഇട്ട് കൊടുക്കാം. വെള്ളം തോനെ പാരണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം അധികം വേവണം. ഇരുന്ന് കുറുകട്ടേന്ന് വിചാരിച്ചു. എന്താ വേണ്ടത് നിനക്ക്? എന്താ നിനക്ക് വേണ്ടേ? ഇനി ഇത് വേണ്ടല്ലമ്മ. ഇത് ഉണ്ടാക്കേണ്ടത് മൺചട്ടിയിലാണ്. മൺചട്ടിയോടെ പോയി ഉണ്ടാക്കേണ്ടത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടി പൊട്ടിപ്പോയി. ഇനി ആദ്യം ഒരു മൺചട്ടി, പിന്നെ ഉണ്ട് കുടുക്ക പോലത്തെ മൺചട്ടി. കുടുക്ക പോലത്തെ ചട്ടി ഉണ്ട് കേട്ടോ. പക്ഷെ ആ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ കാണില്ല, കുറച്ചല്ലേ ഉള്ളൂ. അതല്ല വേറെ ചട്ടി, കോഴി തട്ടി പൊട്ടിച്ചു ആ ചട്ടി. കോഴിക്ക് എന്തൊക്കെ പൊട്ടിക്കണ്ടായിരുന്നു. ഈ കൂനില്ലേ, ഈ കൂന് വെക്കുന്ന സമയത്ത് കാന്താരി
ചെറിയുള്ളി അരച്ചിട്ട് വെക്കാച്ചാലും ടേസ്റ്റ് ആണ്. അതേപോലെ പച്ചമുളകിന്റെയും നല്ല ടേസ്റ്റ് ആട്ടോ. ശരിക്കും പച്ചമുളകും ചെറിയുള്ളിയാണ് ചെറിയുള്ളിയാണ്. പക്ഷെ ഏറ്റവും ചേർച്ച. പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനിയിപ്പൊ ഇതിനു വേണ്ടി എരിവില്ല കേട്ടോ. അപ്പൊ അത് മുളക് പൊടിയല്ല, മുളക് അരച്ചതാണ്. ഈ അമ്മൂന് എന്താ മാന്തള് വറ്റിച്ചത്, ഇതേപോലെ കൂന് വറ്റിച്ചത്, പച്ചമീനാണ് വെച്ചാലും വറ്റിച്ചത് ഇഷ്ടാണ്. എന്താ പക്ഷെ അതിന് വേണ്ടിയിട്ട് കിച്ചു 7 അരികത്ത് കൂടി വരില്ല. അവന് തേങ്ങ അരച്ച കറികൾ ഒന്നേ ഇഷ്ടാട്ടോ. ഇന്ന കറികളൊന്നുമില്ല. മീൻകറി അവന് പറ്റില്ല. ഇറച്ചിക്കറിയാണ് പറഞ്ഞു വെച്ചാൽ അവന് എന്താ പലഹാരമാണ്. നമ്മള് വീഡിയോയിൽ പറഞ്ഞാല് മീൻകറിയൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഇവിടെ യുദ്ധം വിട്ടു മൂപ്പരാള്. എന്തിനാ മീൻ വാങ്ങി പറഞ്ഞിട്ട്. അവർക്ക് വറ്റി കൂന് വറ്റിച്ചതായിട്ടോ. ഇത്രയും വറ്റിപ്പോയി. അത്ര വെള്ളം വെച്ചതല്ലേ, കൂവിനും വെള്ളപ്പായി. എണ്ണ വെച്ചോളൂ. പച്ച വെളിച്ചെണ്ണ. എനിക്കും ഇങ്ങനെയാണ് കേട്ടോ കൂന് കറി വെക്കുന്നത് ഇഷ്ടം. ഞാനത് നമ്മുടെ ഇങ്ങനെ കറി വെച്ച ചൂട്ട് കൊടുക്കാൻ നല്ല എരിവുണ്ടാവും. അതെ, എരിവ് പറ്റാത്തൊരു നോക്കി കഴിച്ചോ. അത്ര ചോറുണ്ണണം. കിച്ചുട്ട കഴിച്ചു. അവന് മുട്ടയും ഉപ്പേരി സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. എങ്ങനെയുണ്ടമ്മു? അച്ചുട്ടി എങ്ങനെയുണ്ട്? കഴിച്ചു. അച്ഛമ്മ കഴിച്ചു നോക്ക്. ഇതൊന്നും കഴിക്കാൻ പാടില്ലേ? അച്ഛമ്മ എന്താ കഴിക്കാണ്ട്? കുറച്ച് കൂന് കിട്ടുമ്പോ എളുപ്പത്തിൽ ഉണ്ടാക്കാം. തോനെ കൂന് കിട്ടുമ്പോ അരച്ചുണ്ടാക്കാം. വലിയ മുളക് അരച്ചിട്ട് എങ്ങനെ ഇഷ്ടം പറഞ്ഞാൽ കുറച്ച് കൂന് കിട്ടുമ്പോ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ശരി. എന്തായാലും കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. കിട്ടുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരൊക്കെ ഉള്ളവരുണ്ട് പറഞ്ഞാൽ വീട്ടിലുണ്ട് പറഞ്ഞാൽ ഈ കറി അറിയാത്തവരുണ്ടാവില്ല. ഈ കറിയുടെ രുചി അറിയാത്ത പേരക്കുട്ടികളും ഉണ്ടാവില്ല, മരുമക്കളും ഉണ്ടാവില്ല, മക്കളും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്ക്. അതെ, ആർക്കും കിട്ടില്ല. നമുക്ക് തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ എല്ലാരും ഉണ്ടാക്കി നോക്കുന്നു പറയാൻ പറ്റില്ല. അപ്പൊ എന്താ കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ.